Dear students, ഫിസിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും വെവ്വേറെയാണ്. ആദ്യത്തെ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത് ohmic heating. What is ohmic heating or what is Joule heating? Joule heating എന്താണ് എന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ന് ആദ്യമായിട്ട് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം, ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ ഇക്വേഷൻ ഫില്ല് ചെയ്യാൻ ടെക്സ്റ്റിലെ പേജ് നമ്പർ 9 അവസാന ഭാഗത്ത് അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ, 6 ഓം ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്. അങ്ങനെയുള്ള ഒരു റെസിസ്റ്ററിന്റെ അഗ്രങ്ങളിൽ V വോൾട്ട് ഉള്ള ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ I ആംപിയർ വൈദ്യുതി അതിലൂടെ ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. When we connect V voltage to the ends of a resistor of resistance RO, suppose I ampere current flows through it. Okay, when we connect V volt battery to the ends of a resistor of resistance RO, suppose I ampere current flows through it. Current means charge flows through in 1 second. That means current is equal to charge divided by time. Cross ആയിട്ട് നമുക്ക് ഇൻഡു ചെയ്യാം. Q is equal to I into T, where I is current in ampere, T is time in seconds. We can get charge in coulomb. We can calculate charge by the equation Q is equal to IT. We get charge in coulomb when the unit of current is ampere and time in seconds. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക. Q ഈസ് ഈക്വൽ ടു IT. I എന്ന് പറയുന്ന കറണ്ടാണ്, ഇന്റൻസിറ്റി ഓഫ് കറണ്ടാണ്, ആംപിയർ യൂണിറ്റ്. ഈ ടൈമാണ്, സെക്കൻഡ് യൂണിറ്റിൽ തന്നെ എടുക്കണം. അങ്ങനെ എടുത്താൽ ആംപിയർ യൂണിറ്റിലുള്ള കറണ്ടിനെ സെക്കൻഡ് യൂണിറ്റിലുള്ള ടൈം കൊണ്ട് ഇൻറ്റു ചെയ്താൽ കൂലോം യൂണിറ്റിലുള്ള ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ചാർജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. Q ഈസ് ഈക്വൽ ടു IT. നോട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നതിൽ നന്നായി മനസ്സിലാക്കുക. Q ഈസ് ഈക്വൽ ടു IT. ഡെറിവേഷൻ മനസ്സിലായി കാണുമല്ലോ. Now we want to study the factors affecting the heat produced in a current carrying conductor. We have already studied that when electricity passes through a conductor, heat energy is produced. Now we want to understand what are the factors affecting heat produced. Take an aluminium wire of length 10 centimeters and a copper wire of aluminium wire of 10 centimeters, copper wire 10 centimeters, a nichrome wire 10 centimeters. Connect a 1.5 battery to the aluminium wire. Enter 1.5 volt battery to nichrome wire and same as to copper wire. After 5 minutes, 5 minutes കഴിയുമ്പോൾ touch each wire. We can understand
that nichrome has maximum heated. നിക്രോമ് മാക്സിമം ചൂട് പിടിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അലുമിനിയവും കോപ്പറും നിക്രോമും തൊട്ടു നോക്കിയാൽ നിക്രോമിൽ ചൂട് കൂടുതലായി ഉണ്ടായതായി നമുക്ക് കാണാം. ഇവിടെ നിക്രോമിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിക്രോമിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടായത്. അപ്പൊ നമുക്ക് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ മനസ്സിലായി, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. വേറെ ഒരു എക്സ്പെരിമെന്റ് നോക്കുക. 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 3 അലുമിനിയം വയറുകൾ, സെയിം ലെങ്ത് ഉള്ള 3 അലുമിനിയം വയറുകൾ, 1.5 ബാറ്ററി കണക്ഷൻ കൊടുക്കുക. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടു നോക്കുക. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടു നോക്കുക. ഇത് 5 മിനിറ്റ്, ഇത് 10 മിനിറ്റ്, ഇത് 15 മിനിറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തൊട്ടു നോക്കുക, 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തൊട്ടു നോക്കുക, 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തൊട്ടു നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതിനായിരിക്കും ചൂട് കൂടുതൽ? ഏതൊരാൾക്കും മനസ്സിലാകും 15 മിനിറ്റ് ബാറ്ററി ചാർജ് കിട്ടിയ ഈ വയറിനായിരിക്കും കൂടുതൽ ചൂട്. അതായത് നമുക്ക് പുതിയൊരു കാര്യം കൂടി മനസ്സിലായി. ടൈം ഓഫ് ഫ്ലോ. Heat developed in a current carrying conductor will depend upon the time of flow of electricity. First factor, resistance of the conductor. Second factor, time of flow. Very example. Very experiment നമുക്ക് ചെയ്തു നോക്കാം. 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു അലുമിനിയം വയർ, 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള മറ്റൊരു അലുമിനിയം വയർ, 10 സെന്റിമീറ്റർ ഉള്ള ഒരു അലുമിനിയം വയർ. ഒരു അലുമിനിയം വയറിന് ഒരു ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുക. രണ്ടാമത്തേതിന് 2 ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുക. മൂന്നാമത്തതിന് 3 ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടു നോക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, 3 ബാറ്ററി കണക്ഷൻ കൊടുത്ത വയറിന് കൂടുതൽ ചൂടുണ്ടാകും. അതായത് ഇവിടെ കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ചൂടുണ്ടായത്. അപ്പം നിങ്ങളോട് ചോദിക്കുക, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ? കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ചൂടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്, intensity of current. Okay, these are the 3 factors affecting heat developed in a current carrying conductor. Okay, what are the factors affecting heat produced in a current carrying conductor? First one, resistance. Second one, time of flow. Third one, intensity of current. Okay. ഈ കാര്യം ആദ്യമായി വ്യക്തമായി പഠിച്ച് സയൻസിന് നമുക്ക് വ്യക്തമാക്കി തന്നത് ജൂൾ എന്ന സയന്റിസ്റ്റാണ്. ഈ കാര്യത്തെക്കുറിച്ച് ജൂൾ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂൾ നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജൂൾസ് ലോ. ജൂൾ നിയമത്തിൽ ജൂൾ നമ്മളോട് പറയുന്നത്, heat developed in a current carrying conductor. Heat developed in a current carrying conductor is directly proportional to square of intensity of current, resistance of the conductor, and time of flow of electricity. ഇതാണ് ജൂൾസ് ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് എപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. I²RT എന്ന് മനസ്സിൽ വിചാരിച്ച് I² എന്താണ്, R എന്താണ്, T എന്താണ് എന്ന് പറഞ്ഞാൽ ഈ ലോ ആയി.
I square, square of intensity of current, R, resistance of the conductor, and T, time of flow. Joule's law എന്താണ്? Heat developed in a current carrying conductor is directly proportional to the product of square of intensity, resistance of conductor, and time of flow. ടെക്സ്റ്റിൽ പേജ് നമ്പർ 11 മുകൾ ഭാഗത്ത് ഡാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായും ഇത് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്താൽ പോരാ, ഇത് ഓരോന്നും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലായി H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ RT എന്ന് എഴുതാം. ഇതാണ് ഇതിൽ ജൂൾ നിയമത്തിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. സ്റ്റേറ്റ് ജൂൾസ് ലോ എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ ആദ്യം ജൂൾസ് ലോ പറയണം, പിന്നെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പറയണം. ജൂൾസ് ലോ ഒന്നും കൂടി പറയാം, പല പ്രാവശ്യം പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യണം. അടുത്ത പരീക്ഷയ്ക്ക് നിർബന്ധമായും എല്ലാവരോടും ഞാൻ ജൂൾസ് ലോ ചോദിക്കും. ഓക്കെ, എന്താണ് ജൂൾസ് ലോ? Heat developed in a current carrying conductor is directly proportional to the product of square of intensity, resistance of conductor, and time of flow. Okay, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലോയാണ് ഇത്. നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഇതിൽ തന്നെ ഫാക്ടേഴ്സും പറയാം നമുക്ക്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് heat developed in a current carrying conductor, intensity of current, resistance of conductor, and time of flow. അതാ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. കണക്ക് ചെയ്യാൻ വേണ്ടി ജൂൾ നിയമത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇക്വേഷൻ, ജൂൾ നിയമം, ജൂൾസ് ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H is directly proportional to I square RT എന്നാണ്. എന്നാൽ കണക്ക് ചെയ്യാൻ വേണ്ടി ജൂൾ നിയമത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻ H is equal to I square RT. ഇതാണ് കണക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ, ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സമവാക്യം H is equal to I square RT ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഇക്വേഷൻ അനുസരിച്ച് ഒരു കണക്ക് ചെയ്യാൻ വരാറുണ്ട്. 2-3 ചോദ്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്. നന്നായി നിങ്ങൾ ചെയ്തു പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരെണ്ണം പഠിക്കാം. ടെക്സ്റ്റിൽ പേജ് നമ്പർ 12 മുകൾ ഭാഗത്ത് കൊടുത്ത കണക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ആ കണക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കുക. നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm when 0.2 ampere current flows in 5 minutes. ഇതാണ് നമ്മളോട് ആ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് developed in a conductor of resistance 200 ohm when 0.2 ampere current flows in 5 seconds. ആദ്യം നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H is equal to I square RT. ചോദ്യത്തിൽ നോക്കി ഓരോന്നിന്റെയും വില എഴുതാം. I, ഇന്റൻസിറ്റി ഓഫ് കറന്റ്, അത് ആംബിയറിൽ ഉണ്ടാകും. I is equal to 0.2 ampere. R, resistance of the conductor, അത് ഓമിൽ തന്നിട്ടുണ്ടാകും. R, resistance of the conductor 200 ohm. Time of flow T. T എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യത്തിൽ മിനിറ്റിലോ മണിക്കൂറിലോ സെക്കൻഡിലോ തരാം. ഉത്തരം ചെയ്യാൻ നമ്മൾ സെക്കൻഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അവര് 5 മിനിറ്റ് ആണ് തന്നത്. 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 60 300 സെക്കൻഡ് ആണ്. ഈ സെക്കൻഡ് യൂണിറ്റിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ കണക്ക് തെറ്റും. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാം. ഹീറ്റ് ഈസ് ഈക്വൽ ടു 0.2 × 0.2 I² × T. 2 × 2 4, 4 × 2 8, 8 × 3 24. 1 0 2 0 3 0 4 0. അതിൽ 2 ദശാംശത്തിന്റെ 0 പോകും. $2400 2400 ജൂളാണ് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ്. 2400 ജൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. ചാർജിന് ഒരു ഇക്വേഷൻ പഠിച്ചു. ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. ജൂൾസ് ലോ പഠിച്ചു. ജൂൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പഠിച്ചു. ജൂൾസ് ലോയിലും ഉണ്ടാകുന്ന ഇക്വേഷൻ പഠിച്ചു. അതനുസരിച്ച് ഒരു പ്രോബ്ലം ചെയ്യാനും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. പഠിച്ച ഭാഗത്തിന്റെ നോട്ട് ഈ ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും. അന്നന്ന് തന്നെ നോട്ട് എഴുതി എനിക്ക് അയച്ചു തരണം എന്ന കാര്യം വളരെ കാര്യമായി നിങ്ങൾ ഓർക്കുക. ഞായറാഴ്ചത്തെ പരീക്ഷ ഓരോ ദിവസവും ഞാൻ പറയുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞായറാഴ്ച പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് കഴിഞ്ഞു.